നല്ല പണിയിലാണല്ലോ രാവിലെ തന്നെ. പിന്നെ തമ്പുരാട്ടി എന്താന്നാവോ ഇത്ര നേരത്തെ ഈ വഴിക്ക്? എന്നെ കൊണ്ട് അതള്ള ഇനി മുതൽ അടുക്കളയിൽ കയറാൻ പറഞ്ഞിടി. അശ്വടാ മോളെ, മാറി നിന്നാ മതി, അല്ലെങ്കിൽ എനിക്ക് ഇരട്ടി പണിയാക്കിയേ നീ ചെയ്യുള്ളൂ. ഓക്കെ, ഞാൻ നിന്നെ നോക്കി നിന്ന് സഹായിച്ചോളാം. അല്ലേലും നിന്നെ കൊണ്ട് കഥ പറ്റുള്ളൂ. മിതുവേട്ട ഒന്നുകൂടെ അത് നേരെ പറഞ്ഞേ. അല്ല, നിന്നെ കൊണ്ട് ഇങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ സാധിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ജസ്റ്റ് മിസ്, ഇപ്പൊ ചത്തേനെ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും കണ്ടാ പറയോ? എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിപ്പോയണ്ടേ. ഇവനൊക്കെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞ ആരും വിശ്വസിക്കില്ലെന്നേ. ഓ പിന്നെ ആ ചപ്രി മൂക്ക് ഉണക്ക ആറ്റിറ്റ്യൂഡല്ലേ നിന്റെ സ്റ്റാൻഡേർഡ്. അതേടോ, അത് തന്നെയാണ്. നിങ്ങൾക്ക് അതുപോലും ഇല്ലല്ലോ. എന്നാലും നിങ്ങൾ രണ്ടാളും എങ്ങനെ സെറ്റായെന്ന് എനിക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാത്ത. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ ഒരു ദുർബല നിമിഷത്തിൽ നടന്നുപോയി. അങ്ങനെയല്ല, ഞാൻ ദുർബലനായിരുന്നപ്പോ ഇവള് നടന്നു വന്നപ്പോ എൻ്റെ കൈ പിടിച്ചപ്പോ അങ്ങനെയൊക്കെ ആയി. അത് ഭയം ഇറക്കണം. എൻ്റെ ഭഗവാനെ, അടുക്കള ഫുൾ ഡേഞ്ചർ സോണാണല്ലോ. ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. ആടി ഈ ജലദോഷം എന്റെ ഭാഗത്തുമ്മിയോ പറയടി, എന്റെ ഭാഗത്തുമ്മിയോ ചായ കുച്ചു, പാരസെറ്റമോള് കഴിച്ചു, എന്റെ ഭാവന് വയ്യോ, എന്റെ ഭാവയ്ക്കു അവണ്. ഞാനോടി. സ്നേഹ കേറി വായോ. മനോ, റിയലി ഐ മിസ്ഡ് യു സോ മച്ച് മാൻ. ആണോ? അതിന് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ സ്നേഹേ. അതെ, പക്ഷെ നിന്റെ ആബ്സെൻസ് വല്ലാതെ ഫീൽ ചെയ്തു എനിക്ക്. ഓഹോ അങ്ങനെ. എന്തായാലും ഒരാൾക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. എന്നിട്ട് മോൾക്ക് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ലമ്മ, അതൊക്കെ ഓക്കെ ആയിരുന്നു. എന്നാ മോൾ ഇരിക്കേ, അമ്മ മോൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാവേ. അമ്മ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? അമ്മ അവിടെ ഇരിക്കേ. അല്ലടാ, ഞാൻ പോയി എടുത്തിട്ട് വരാം. അമ്മേനോട് ഇരിക്കാനാ പറഞ്ഞേ. ഇതൊക്കെ എന്തിനാ അമ്മ ചെയ്യേണ്ട ആവശ്യം? അതിനല്ലേ മാനസേനെ ഇവിടെ പണിക്ക് വെച്ചിട്ടുള്ളേ. ഇത് ഇവിടുത്തെ പണിക്കാരിയായിരുന്നോ? നിൽപ്പ് കണ്ടാ തോന്നല്ലോ ഇവിടുത്തെ മെയിൻ ആള് ഇയാളാന്ന്. അതില് തെറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവളെ ഇവിടെ ഇമ്പോർട്ടന്റ്. പിന്നെ ഞങ്ങൾ ആരെയും വേർതിരിച്ച് കാണാറുമില്ല. അയ്യോ അമ്മ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഞാനായിട്ടാണ് ഇപ്പൊ ഈ കാര്യം ഇവിടെ തുടങ്ങി വെച്ചേ. അതിലെനിക്കൊരു മാറ്റവും ഇല്ല. മനസ്സ് പോയിട്ട് എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വന്നേ. ക്ഷമിക്കണം, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇവനിതെന്തിന്റെ കേടാ? എന്തവനെ പറ്റിയേ? എന്തിനെനിക്ക് സങ്കടം വരുന്നേ? അവര് പറഞ്ഞത് തന്നെയല്ലേ ശരി. ആദ്യമായിട്ട് എനിക്ക് തോന്നി ഞാൻ ഈ വീട്ടിലൊരു വേലക്കാരിയായി നിൽക്കുകയാണ്. ശരിക്കും മറ്റുള്ളവർ നമ്മളെ എത്ര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യണേന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരണം. അപ്പോഴേ നമുക്ക് അവരുടെ വല്ലതും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതാ വരണോ? ഇവൾ വന്ന ദിവസം മുതൽ ഇയാളുടെ ബാക്കിലാണല്ലോ. ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉണ്ടാവില്ല.
ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ടാണല്ലോ അവൾ ഏട്ടൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ വെറുതെ ഇങ്ങനെ സ്വയം മറക്കാതിരിക്കെ, അല്ലെങ്കിലേ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ചാടും. അത് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞതല്ല. അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പോവാൻ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ദൈവമ്മ, ഞാൻ ഇറങ്ങുവാണേ. പിന്നെ നാളെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, മറക്കണ്ട. ആ മോളെ, അമ്മനെ കൊണ്ടേ സൂക്ഷിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് വായോ കേട്ടോ. ആ ദൈവമ്മ, എന്നാ ശരി, ഞാൻ പോയിട്ടോ. ടോക്കൺ നമ്പർ 28. അമ്മ ഇവിടെ ഇരിക്കേ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. ആ മോളെ. ഡോക്ടർ. ഇരിക്കും മനസ്സേ. ഡോക്ടർ, എന്തെങ്കിലും മാറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാനസ, താൻ ഞാൻ പറയുന്നത് ഒന്ന് നേരെ ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ക്യാൻസറിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണെന്ന്. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു മാറ്റവും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. മനസ്സ, അമ്മ ഓരോ ദിവസം കഴിയുന്തോറും വീക്കായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിനി എന്ത് ചെയ്തിട്ടും ഫലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നല്ലേ ഉള്ളൂ ഡോക്ടർ. നമുക്കിനി ശ്രമിക്കാമല്ലോ. എടാ, ഇനി കാര്യമില്ലടാ. നീ ആ സത്യം ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു, ഇനിയൊന്നും ചെയ്യാൻ ഇല്ല. ഡോക്ടർ, അത് പറഞ്ഞ് എങ്ങനെ ശരിയാവുക? എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇതാണ് നല്ല ഹോസ്പിറ്റൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എടാ, ഞങ്ങളുടെ മാക്സിമം ശ്രമിച്ചടാ. ഡോക്ടർ, ശരി, ഞാൻ എൻ്റെ അമ്മയെ വേറൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഡോക്ടർ, ലാസ്റ്റായിട്ട് എനിക്ക് ഹെൽപ്പ് മാത്രം ചെയ്തു തരണം പ്ലീസ്. എന്താ താൻ പറയടോ? എൻ്റെ അമ്മയോട് കുഴപ്പമൊന്നുമില്ലയെന്ന് എന്നൊന്ന് പറയണം പ്ലീസ്. കാല് പിടിക്കാം. അതൊന്നും വേണ്ട, താൻ വിളിക്ക്, ഞാൻ പറയാം. ഡോക്ടർ. അമ്മ ഇരിക്കേ. അമ്മക്കില്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ. സ്ട്രോങ് ആയിട്ട് ഇരിക്കണം, എന്നാലേ നമുക്ക് നല്ല കുട്ടിയായിട്ട് തിരിച്ചു വരാൻ കഴിയുള്ളൂ. കേട്ടില്ലേ? ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട്. ശരി ഡോക്ടർ, താങ്ക്സ് ഫോർ എവരിത്തിങ്. എല്ലാം ശരിയാവട്ടോ, ദൈവം കൂടെ ഉണ്ട്. ഡോക്ടർ. മാനു, താൻ വന്നെന്നറിഞ്ഞു. താൻ എന്താടോ ഇവിടെ? ഞാൻ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അതെന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നം? ജസ്റ്റ് എനിക്ക് അതിൻ്റെ പേപ്പേഴ്സ് ആവശ്യമുണ്ട്, സോ അതിനു വേണ്ടി. ഓഹോ, അങ്ങനെ. പിന്നെ തനിക്ക് മാനസേനെ അറിയില്ലേ? ആ കുട്ടി അവിടെയല്ലേ പണി ചെയ്യുന്നത്? അതെ ഡോക്ടർ, അവരിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് കണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നം? ആൻറ്റി ഓക്കെ അല്ലേ? അല്ല, ഇനി എന്ത് ചെയ്താലാ അവരുടെ ബോഡിയിൽ അതൊന്നും ശരിയാവില്ല. അവർ മരണത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ? ഇനി വേറെ വഴിയൊന്നുമില്ലേ ഡോക്ടർ? ഇല്ലടോ, ആ കുട്ടിക്കാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടും മനസ്സിലാവുന്നുമില്ല. പാവം കുട്ടിയാ, അമ്മയ്ക്ക് വേണ്ടി ജീവൻ കളയും. അതിൻ്റെ വിധി. എന്നാ ശരി ഡോക്ടർ, ഞാൻ പോവാണ്. ഓക്കേടോ. ചേട്ടാ, ഇവിടെ ഒന്ന് നിർത്തണേ, ഞാൻ ഇവിടെ ഇറങ്ങിയാണേ. അമ്മേനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കണേ. മോളെ. അമ്മ, ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് വരാവേ. അമ്മ വീട്ടിൽ സൂക്ഷിച്ചിരിക്കണേ. മോളെ, വേഗം വരാൻ നോക്കിട്ടോ. ഇത് അയാളല്ലേ? അയാളുടെ ജയിൽവാസം കഴിഞ്ഞോ? ഞാൻ ഇനി എന്ത് ചെയ്യും? മോളെ മാനസേ, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നീ എന്നെ മിസ് ചെയ്തോടി. എന്റെ ശരീരത്ത് തൊട്ടു പോകരുത്. കുറച്ച് തെമ്പ് കൂടിയിട്ടുണ്ടല്ലോ പെണ്ണെ. ശരിയാക്കി തരാം, സമയമുണ്ടല്ലോ. നിന്റെ മറ്റവൻ കെട്ടിയെടുത്തതിൻ്റെ ആവും ഇതൊക്കെ.
എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. അതിനെ പറ്റി മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒന്ന് മനസ്സിലാക്ക്. ഓ, ഇപ്പം ഞാൻ നിന്നെ വിടുകയാണ്. ഞാനന്ന് പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. മറക്കുകയും ചെയ്യരുത്. നീ എൻ്റെ താളത്തിനൊത്ത് വന്നില്ലെങ്കിൽ അവനെ അവൻ്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയും ഞാൻ. പിന്നെ നിന്റെ ചത്തില്ല പറഞ്ഞ് കിടക്കുന്ന തള്ളനോട് അന്വേഷണം പറഞ്ഞേക്ക്. എൻ്റെ അച്ഛൻ്റെ ബാക്കിക്കാരെന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജയാവുന്നു. വാ കേറ്. ഞാനില്ല. നിന്നോട് കേറാനാ പറഞ്ഞേ. എനിക്ക് നിന്നോട് എതിർത്ത് നിൽക്കാൻ സമയമല്ല. എനിക്ക് നിന്റെ അമ്മ എന്തായാലും ഒന്ന് കാണണം. അതുകൊണ്ടാണ് കേറ്. മര്യാദയ്ക്ക് കേറുന്നോ അതോ ഞാൻ വലിച്ചു കയറ്റണോ? കേറി. മോനെ കേറി വായോ. ആന്റി സുഖല്ലേ? വന്നിട്ട് ഇങ്ങോട്ടൊന്ന് വരണം വിചാരിച്ചതാ. ഇപ്പഴൊന്ന് നടന്നേ. നീ വന്നല്ലോ, അതന്നെ എനിക്ക് സന്തോഷം. ദേവു വന്നിരുന്നു. ആ, അതമ്മ പറഞ്ഞായിരുന്നു. മോളെ മനസ്സെ അവന് കുടിക്കാൻ എന്തേലും എടുക്ക്. ആ അമ്മ. മോനെ. എന്താ ആന്റി? എനിക്ക് ഇനി എത്ര ആയുസുണ്ടെന്ന് എനിക്കറിയില്ല. പാവം എൻ്റെ മോള് എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അതൊക്കെ എനിക്ക് അറിയാലോ ആന്റി. മോനെ എൻ്റെ സ്വാർത്ഥതയാണെന്ന് വിചാരിക്കരുത്. എനിക്കറിയാം മോൻ അവളെ ഇഷ്ടമായിരുന്നു എന്ന്. അതേപോലെ തന്നെ എഴുതും അവൾക്കും തിരിച്ച്. അതൊക്കെ അവളായിട്ട് തന്നെ വേണ്ട വെച്ചില്ലേ? അത് മോനെ, അതൊക്കെ എനിക്കറിയാം. അതിനൊരു കാരണം ഞാൻ തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, എൻ്റെ കുട്ടിയെ വേറെ എന്തൊക്കെയോ കിടന്ന് അലട്ടുന്നുണ്ട്. അതെനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും അറിയില്ല എന്താണെന്ന്. അതെന്താ ആന്റി? എനിക്കറിയില്ല. എനിക്കാകെ അവളെ വിശ്വസിച്ച് നിന്റെ കരങ്ങളിലേക്ക് മാത്രമേ ഏൽപ്പിക്കാൻ കഴിയുള്ളൂ. മോൻ അവളെ നോക്കില്ലേ? ഞാൻ കാല് പിടിക്കാം. എന്താ ആന്റി കാട്ടുന്നേ? അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ ഉണ്ടാവും അവളുടെ കൂടെ. അല്ലെങ്കിൽ ഞാൻ അവളെ വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതെ, ഇന്നാ ചായ. നിങ്ങളെ സംസാരിക്കേ, ഞാനൊന്ന് കിടക്കട്ടെ. നല്ല ക്ഷീണം. ആ അമ്മേ. അമ്മയോ? മനസ്സേ, നീ ഓക്കെ അല്ലേ? എനിക്കെന്ത് പ്രശ്നം? നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും കൂടെ. നിനക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ ഉണ്ടാവും കൂടെ. നീ കുറച്ച് ദിവസം ലീവ് എടുത്തോ, അങ്ങോട്ട് വരണ്ട. ശരി, ഞാൻ പോവാ. നീ എൻ്റെ താളത്തിനൊത്ത് വന്നില്ലെങ്കിൽ അവനെ അവൻ്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയും ഞാൻ. പിന്നെ നിന്റെ ചത്തില്ല പറഞ്ഞ് കിടക്കുന്ന തള്ളനോട് അന്വേഷണം പറഞ്ഞേക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാ ദൈവം എന്നോട് മാത്രം ഇങ്ങനെ? അമ്മേ, മാനസേൻ്റെ അമ്മ പോയി. എന്ത്? ഏട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ ദൈവമേ, മാനസ. ദൈവമേ, എൻ്റെ മോള്. എനിക്കു തരാൻ ഇനിയുണ്ടോ കൊടുകൂടി ചിരിക്കുന്ന പൊൻപാവ? വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂകുന്ന തൂവിണ്ണ? എനിക്കെൻ്റെ ബാല്യമിനി വീണം,
ഇന്നമ്മേ ഒന്നു കാണാൻ ഇത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ. നമ്മൾ ജനിക്കും മുൻപ് തന്നെ ഭൂമിയിൽ നേരിടാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം അറിഞ്ഞു തന്ന ഉത്തരമാണ് അമ്മ. മറ്റാർക്കും പകരം വയ്ക്കാൻ കഴിയാത്ത അനുഗ്രഹം. നഷ്ടപ്പെട്ട അമ്മയോളം നോവുള്ള മറ്റൊന്നും ഈ ഭൂമിയിൽ ഇല്ലെന്നുള്ളതാണ് സത്യം. എടാ, നമുക്കവളെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയാലോ? അവൾ വരുമോ? ഞാൻ വിളിച്ച എൻ്റെ മോള് വരും. മോളെ, എല്ലാവരും പോയി, നീ ഞങ്ങളുടെ കൂടെ വായോ. ഞാൻ നിന്നെ നോക്കിക്കോളാം പൊന്നുപോലെ. അതിങ്ങനെ ശരിയാവും ദേവകി? അവൾ എൻ്റെ പെണ്ണാ, അവളെ ഞാൻ പൊറിപ്പിച്ചോളാം. അതെങ്ങനെ ശരിയാവും ബാബു? അച്ഛൻ്റെ ബാക്കിക്കാരാണ് എന്നുള്ളതൊക്കെ ശരി, പക്ഷേ പോലീസ് കേസും കള്ളുകൂടിയൊക്കെ ആയി നടക്കുന്ന നിനക്ക് ഞങ്ങൾ ഇവള് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓ ആയിക്കോട്ടെ, നിങ്ങളെന്നാ അവളോട് തന്നെ ചോദിക്കേ ആരുടെ കൂടെ പോണെന്ന്. മോളെ, നിന്റെ തീരുമാനമാണ്. നീ പറയ് ആരുടെ കൂടെ പോണെന്ന്. മാനസ, നീ ഇവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ സ്വയം അഭിപ്രായം പറയേ. നീ കൂടുതൽ അവൾക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാനൊന്നും ഇവിടെ ഉണ്ണാക്കന്മാരായിട്ട് നിൽക്കുകയല്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. താൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ അവൾ എന്നെ പറഞ്ഞു തരും. ചെവി തുറന്ന് കേക്ക്. നീ പറയും മനസ്സേ. ഞാൻ ബാബുവേട്ടൻ്റെ കൂടെ പോയിക്കോളാം. മാനസേ, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഇപ്പൊ കേട്ടില്ലേ? ഇനി പോവാൻ നോക്ക്, കുടുംബം മൊത്തം. നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക. ഞാൻ ബാബുവേട്ടൻ്റെ കൂടെ പോയിക്കോളാം. മതി, കേട്ടല്ലോ എല്ലാരും. ഇനി വരാൻ നോക്ക്. മോളെ, അവിടെ നിന്ന് ഇറങ്ങാനാ പറഞ്ഞേ. മോനെ, അയാള് അവളെ എന്ത്? തൊട്ടു പോവരുതവളെ. NCS Tamil BGM. She's a freaking badass, man. Bloody sweet. She's a freaking badass, man. മോളെ വായോ, നമുക്ക് വീട്ടിൽ പോവാം. മഹിയച്ച, വാട പൊന്നെ, അവനിനി നിന്റെ പുറകിൽ കാണില്ല. അവന് പൂട്ടാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണം ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിടു നീ, വസന്തം കാത്തിരിപ്പൂ. ആരാരോ കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ, തണലും വെയിലും പുണരും തൊടിയിൽ
ജീവിതം സന്തോഷമുള്ളത് മാത്രമല്ല, സങ്കടങ്ങളും നിറഞ്ഞതാണ് ജീവിതം. ഇവിടെ മാനസയ്ക്ക് ഒരു കൂട്ടം സ്നേഹമുള്ള ആൾക്കാരെ ചുറ്റിലും കിട്ടി. പക്ഷേ അവൾ കൊതിക്കുന്ന ആ മറ്റൊരാൾ അവളെ വിട്ടുപിരിഞ്ഞു. ഇതാണ് ജീവിതം. നമ്മൾ വിചാരിക്കാത്തത് സംഭവിക്കുകയും അതിൽ നിന്ന് കരകയറി നമ്മൾ ജീവിച്ച് കാണിക്കുകയും ചെയ്യണം. ജീവിതം. ഇന്നത്തെ കറുത്ത ഇരുളിനപ്പുറം നാളെ പ്രകാശമുള്ളൊരു പുലരിയുണ്ട്.